ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ തമ്പനെയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മലയാളത്തിലുള്ള വെറൈറ്റി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ടുകൾ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം. അത് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് അത് നിർമ്മിക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ തമ്പനെയിലിട്ട് അത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതിനുശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് 2 ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് പിക്സലാബ്, 2 CodeFML. പിക്സലാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് ഇത് 2 ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത് 2 പ്ലേ സ്റ്റോർ ഫ്രീ ആയിട്ട് അവൈലബിൾ ഉള്ള ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് CodeFML ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. CodeFML. ഓക്കെ, CodeFML എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് വരും ആപ്ലിക്കേഷൻ CodeFML. ഇത് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ പിക്സലാബും അത് തന്നെ ഉണ്ട്. പിക്സലാബ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഞാൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് ഗൂഗിൾ ക്രോമിൽ മലയാള ഫോണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. മലയാളഫോണ്ട്.com ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തിച്ചേരും. ഇവിടെ നിന്ന് നമുക്ക് കുറേയധികം മലയാള ഫോണ്ടുകൾ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നോക്കി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറേയധികം ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ഈ ഒരു ഫോണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത ശേഷം ഡൗൺലോഡിങ് കൊടുത്ത ശേഷം മുകളിലേക്ക് നീക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഈ ഒരു മുകളിലത്തെ നമ്പർ കണ്ടോ, 75805. ഈ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം, 75805. അതിനുശേഷം നമുക്ക് ഈ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യണം. സബ്മിറ്റ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. താഴെ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് ഇവിടുന്ന് ഈ ഒരു മെയിൻ പേജിൽ നിന്ന് ഇഷ്ടമുള്ള ഫോണ്ടുകൾ നിങ്ങൾക്ക് ഏതൊക്കെ ഫോണ്ട് വേണമോ ആ ഫോണ്ടെല്ലാം ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരെണ്ണം കൂടെ ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം. ഇത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലേക്ക് നീക്കുക. ഈ കോഡ് ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. താഴെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ്. ഓക്കെ, ഇങ്ങനെ കുറേയധികം ഫോണ്ടിലൂടെ കിടപ്പുണ്ട്. ഞാൻ അധികം ഒന്നും ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കി നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ CodeFML എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇപ്പം നമുക്ക് ഏത് ലെറ്റർ മലയാളത്തിൽ വേണ്ടത് ആ വാക്ക് ഇവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് മലയാളം എന്ന് തന്നെ എഴുതാം. മലയാളം. എന്നിട്ട് അതിനുശേഷം ഇവിടെ ഗെറ്റ് FML എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ മലയാളം എന്ന് വന്നിട്ടുണ്ട്. ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യുക. ഇവിടുന്ന് പ്രസ് ചെയ്യുമ്പോൾ ഫുൾ കോപ്പി ആവും. ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നമ്മൾ നേരെ നമ്മുടെ പിക്സലാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെയാണ് നമ്മൾ മലയാളം ഫോണ്ട് സെറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ ഒരെണ്ണം സെറ്റ് ചെയ്യാൻ ചെയ്തതിൻ്റെയാണ്. ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, പിക്സലാബ് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നവർ കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും. അതെല്ലാം അലോ ചെയ്ത് കൊടുത്ത ശേഷം ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഇമേജ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കസ്റ്റം മാറ്റിയിട്ട് യൂട്യൂബ് തമ്പനെയിലാക്കി കൊടുക്കുക. ഇവിടെ യൂട്യൂബ് തമ്പനെയിൽ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ വരും. അതിനുശേഷം ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ വിട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരും. ഇതിൽ നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത് വെച്ചത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോഡായിരിക്കും വരുന്നത്. CodeFML നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തത് ഇത് ഇവിടെ ഒരു കോഡായിട്ടായിരിക്കും വരുന്നത്. ഇത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കോഡായിട്ടായിരിക്കും വരുന്നത്. കോഡ് നമ്മൾ മാറ്റി നമ്മുടെ മലയാളം ഫോണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇതിന് താഴെ മുകളിൽ ലെഫ്റ്റിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഇവിടെ കുറേയധികം ഓപ്ഷനുണ്ട്. ഇവിടെ റൗണ്ടിലുള്ള 3 റൗണ്ടുണ്ട്. ഇവിടെ ലെറ്റർ A എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ട്. ഈ എയുടെ ടെക്സ്റ്റിൻ്റെയാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ കൊണ്ട് ഓപ്ഷൻ വെച്ച ശേഷം നമ്മൾ നേരെ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നീക്കി കഴിയുമ്പോൾ ഇവിടെ ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇത് ഇംഗ്ലീഷ് ഫോണ്ടാണ് ഇവിടെ കിടക്കുന്നത്. നമ്മൾ നേരെ ഇങ്ങോട്ട് നീക്കി കഴിയുമ്പോൾ ഇവിടെ മലയാളം ഫോണ്ട് വരും. ഇവിടെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോണ്ടുകളെല്ലാം ഇവിടെയാണ് വരുന്നത്. നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോണ്ടുകളെല്ലാം ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ മേളിൽ ശ്രദ്ധിക്കുക, മേളിൽ കിടക്കുന്നത് നമ്മൾ ആ കോപ്പി ചെയ്ത് വെച്ച കോഡാണ് കിടക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ടെക്സ്റ്റിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോണ്ടിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ മലയാളത്തിലുള്ള ആ ഫോണ്ട് പല രീതിയിലും മാറിയതായിട്ട് കാണാൻ പറ്റും. അതായത് ഇതിപ്പോൾ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ താഴെ ഓക്കെ കൊടുക്കാം. കണ്ടില്ലേ, മലയാളം എന്നുള്ളത് ഒരു പല രീതിയിൽ വന്നിട്ടുണ്ട്.
ഒരു ഫോണ്ടിൽ വന്നിട്ടുണ്ട്. ഇനി ആ ഫോണ്ട് വേറെ മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഫോണ്ടിലേക്ക് വന്നിട്ട് നേരെ നമ്മൾ ഇതിലേക്ക് മാറ്റുക. കുറേയധികം കിടപ്പുണ്ട് ഇവിടെ, ഇഷ്ടമുള്ള നോക്കിയിടാം. അപ്പോൾ ഇതൊരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് കണ്ടില്ലേ, മലയാളം. അപ്പോൾ ഇങ്ങനെയാണ് യൂട്യൂബ് വീഡിയോയിൽ വെറൈറ്റി ഫോണ്ടുകൾ മലയാളത്തിൽ നമുക്ക് ഇടാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ സെഗ്മെൻറ്റുമായി അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം.